ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അക്കീക്ക സെറമണിക്ക് ബേബിക്ക് എത്തിയിട്ടുള്ള ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ലൈക്ക് അയക്കേണ്ട, വേഗം വീഡിയോയിലോട്ട് പോകാം. ഇത് ബേബിയുടെ ആൻറ്റിമാരുടെ വകയാണ്, അതായത് ആൻറ്റി സിസ്റ്റേഴ്സിൻ്റെ വകയുള്ള ഗിഫ്റ്റാണ്. ഈ ഹാമ്പർ നല്ല ഭംഗിയിൽ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഇവിടെ ആയിട്ട് ഫ്രണ്ടിലായിട്ട് ബേബിയുടെ നെയിം എഴുതിയിട്ടുണ്ട്. എൽഹാൻ എൽസി എന്നാണ് ബേബിക്ക് നെയിം ഇട്ടിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഒരു ഈ ഹാമ്പേഴ്സിൽ വന്നിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബേബിയുടെ ബർത്ത് ഫ്രെയിം വരുന്നുണ്ട്, പിന്നെ കുറച്ച് ടോയ്സും പിന്നെ ഡ്രസ്സസും ഒക്കെയാണ് വരുന്നത്, പിന്നെ ഒരു കുഞ്ഞ് ഷൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിൽ വരുന്നത്. നമുക്ക് ആദ്യം ബർത്ത് ഫ്രെയിം ഒന്ന് കാണിച്ചു തരാം. ബേബിയുടെ പിക്കും കാര്യങ്ങളൊക്കെ വെച്ച് അടുത്ത് നിൽക്കുന്നത് ബേബിയുടെ പിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബേബിയുടെ ബർത്ത് ഫ്രെയിം ഉണ്ട്. പിന്നെ ടോയ്സ് വരുന്നുണ്ട്, ഷൂസ്, പിന്നെ ഒരു ഡ്രസ്സ്. ഇതൊരു ഡ്രസ്സാണ്. അടുത്തതായിട്ട് ഈ ഒരു ബ്ലൂ കളറുള്ള റോംബേഴ്സാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇതും ഒരു റോംബർ തന്നെയാണ്, വൈറ്റിൽ ബ്ലൂ ഡോട്ട്സ് വരുന്ന ടൈപ്പാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് പ്ലെയിൻ വൈറ്റിൽ ഫ്രണ്ടിൽ മാത്രം അങ്ങനെ ഒരു പ്രിൻ്റ് വരുന്ന ടൈപ്പ്. അത് ഫുള്ളായിട്ടുള്ള റോംബേഴ്സ് അല്ല, ഒരു ഹാഫ് ടൈപ്പുള്ള റോംബറാണ്. അടുത്തതൊരു പാൻറ്റും അതേപോലെ ഷർട്ടും, നമ്മളെ ബോഡി സ്യൂട്ട് പോലത്തെ ബാബാ സൂട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പാണ് കേട്ടോ. നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, പക്ഷെ അത് കുറച്ച് വലുതാണ്, കുറച്ച് ബേബി ഒന്ന് വലുതായിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത്. അടുത്ത നെക്സ്റ്റ് ഗിഫ്റ്റ് വന്നിട്ട് ഒരു ബേബി ഹഗിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറാണ്. ഇതിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, ഡ്രസ്സ് മിറ്റൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സാണ് വരുന്നത്. ഇത് ആരെ കൊണ്ടുവന്നാൽ എനിക്ക് ഓർമ്മയില്ല. അടുത്തതായിട്ട് ഈ ഒരു ഇതിലിങ്ങനൊരു സ്വാഗിൽ ക്ലോത്ത് വരുന്നുണ്ട്. ടർക്കി ബ്ലൂ കളറിൽ ടർക്കി വരുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി നല്ലൊരു ഡ്രസ്സ് സെറ്റ് ഉണ്ട്. ചെറിയൊരു ടോയ്. ഇത്രയും ഐറ്റംസാണ് അടുത്തതായിട്ട്. ഇത് എന്താ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സാണ് വന്നിട്ടുള്ളത്, ക്ലാസ്സിൻ്റെ. അപ്പോൾ അത് നല്ലൊരു കളർ രണ്ട് കൂട്ടം ഡ്രസ്സാണ് വരുന്നത്. ഒന്ന് വന്നിട്ടൊരു ലൈറ്റ് ബ്ലൂ, അതിൽ തന്നെ ഒരു യെല്ലോ കളറിൽ ട്രൗസർ വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ടൊരു ലൈറ്റ് ഗ്രീനിൽ ഇതാ ഒരു ഗ്രീൻ കളറിലുള്ള ട്രൗസർ. ഇതാണ് അവളുടെ ഫ്രണ്ട്സ് വന്നതാണ്. നല്ല ഭംഗിൻ്റെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത് നോക്കാം. ഇത് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് അമ്മാന. ഇതിൽ കുറേയൊക്കെ എനിക്ക് ഓർമ്മയുള്ളതുണ്ട്, കുറേ ഓർമ്മയില്ലാത്തതുണ്ട്. കാരണം എൻ്റെ കയ്യിൽ തന്നത് എനിക്ക് ഓർമ്മയുള്ളത് അങ്ങനെ ഉണ്ട്. അറിയാം
അതുകൊണ്ട് ക്ഷമിക്കുക. എല്ലാവർക്കും ഓർമ്മയില്ല, കുറേ ഗിഫ്റ്റ്സ് കിട്ടിയോണ്ട് ആ ഡേയിലായതുകൊണ്ട് ആരൊക്കെ തന്നെയൊന്നും അറിയില്ല. പിന്നെ കുറച്ച് മുമ്പ് കാണാൻ വന്നവർ തന്നതല്ല, അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, സിംഗിളായിട്ട് തന്നെ വരിക. അത് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫംഗ്ഷനിൽ തന്നതായത് കുറേ എനിക്ക് ഓർമ്മയില്ല. കറീനൊക്കെ മാക്സിമം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് അമാന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സാണ്. ഒരു പിങ്ക് ആൻഡ് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഔട്ട്ഫിറ്റ്സാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഫർഹാന വളർന്നിട്ടുള്ളതാണ്. അങ്ങനെ ക്യൂട്ടായിട്ടുള്ള വൈറ്റ് കളറിലുള്ള ഷൂസ് വരുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്പ്, വൈറ്റ് ക്യാപ്പ് ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്. ഓവർകോട്ട് പോലെയുള്ളത്. പിന്നെ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ടൈപ്പ് ഡ്രസ്സുണ്ട്. ക്യൂട്ടായിട്ട് ഭംഗിയുള്ളതാണ്. ഇത്രയും ഐറ്റംസാണ് അവർ വന്നിട്ടുള്ളത്. അടുത്ത ഗിഫ്റ്റ് വന്നിട്ട് ദാനിയുടെ അമ്മായി വന്നിട്ടുള്ളതാണ്. ഇതും ഡ്രസ്സ് തന്നെയാണ്. അത് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്. പിന്നെ പുറത്തേക്കൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഈ ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കളറ്. ഇത്രയും ഈ ഐറ്റംസാണ് ഇതിലുള്ളത്. അടുത്ത ഗിഫ്റ്റിൻ്റെ അമ്മേൻ്റെ കസിൻസ് വന്നതാണ്. അങ്ങനെ കിട്ടുന്നത് ഇതും ഡ്രസ്സ് തന്നെയാണ്. 2 കൂട്ടം ഡ്രസ്സ് ഉണ്ട്. ഫസ്റ്റ് വന്നിട്ടൊരു ജീനിൻ്റെ പാൻറ് ട്രൗസർ, പിന്നെ അതിൽക്കൊരു ഷർട്ടാണ് വരുന്നത്. പിന്നെ ഒരു ഡ്രസ്സ് നോർമലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രൗസറും വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ലിറ്റിൽ ഹാർട്ട്സിൻ്റെ തന്നെ ദാനിൻ്റെ ചെറിയ സിസ്റ്റർ വന്നിരുന്ന ഗിഫ്റ്റാണ്. സെറ്റാണ് വരുന്നത്. ഇതിൽ 2 കൂട്ടം ഡ്രസ്സും പിന്നെ അതിൻ്റെ മിറ്റംസും ബുട്ടീസും ക്യാപ്സൊക്കെ വരുന്ന സെറ്റാണ് കേട്ടോ. അടുത്തതായിട്ടുള്ള ഗിഫ്റ്റ് എന്നത് എൻ്റെ നാത്തൂന് അഫ്സി വന്നിട്ടുള്ളതാണ്. അത് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ഒരു ഡ്രസ്സാണ്. ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ട് കളർ ഭംഗിയാണ്. പിന്നെ 2 ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് വരുന്നത്. പിന്നെ വരുന്നത് ബേബിക്ക് ഫുഡ് എടുക്കാൻ പറ്റിയിട്ടുള്ള ബൗളുണ്ട്. 3 ബൗൾ വരുന്ന ഒരു സെറ്റിൻ്റെ നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബേബി റിസീവിങ് ബെഡ് കൂടി ഉണ്ട്, അത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ബേബി കിടന്നുറങ്ങാണ്, അതുപോലെ ശുദ്ധീകരിച്ചിട്ടില്ല. ഇത്ര ഐറ്റംസാണ് ഇതിലുള്ളത്. പിന്നെ ദാനിൻ്റെ കസിന് വന്നിട്ടുള്ളതാണ്. ഇതും ഡ്രസ്സാണ് വരുന്നത്. നല്ല ഭംഗിയിട്ട് നല്ല കളറാണ് ഡ്രസ്സ് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇതും അവർ വന്നിട്ടുള്ളതാണ്. ഇതും ഡ്രസ്സ് തന്നെയാണ്.
പിന്നെ ഇതിൽ ബേബി ടവൽസിൻ്റെ സെറ്റ് കേട്ടോ. ഇത്ര ഐറ്റംസാണ് ഇരിക്കുന്നത്. അടുത്താഴ്ച ഇത് കാലയ്ക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണെന്ന് അറിയില്ല, കാരണം ഫംഗ്ഷൻ്റെ ഇതിലായതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ കൊണ്ടുവന്നെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കി ഗിഫ്റ്റ്സ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു കേട്ടോ. ആദ്യം കൊണ്ടുവന്ന പേര് അറിയില്ല. നല്ല പാക്കപ്പ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഡ്രസ്സാണ്. വൈറ്റ് കളറിലുള്ള ഡ്രസ്സാണ്. ബ്ലൗസും ഷർട്ട് പോലെയാണ്. ഇത് വന്നിട്ട് ബ്രൗൺ കളറിൽ ബ്രൗൺ ഹാഷ് ഡ്രസ്സാണ്. ഒരേ മോഡലാണ്. ബോയ്സിനാവുന്ന വേറെ ഡിസൈൻസും ഇത് വലുതാണ്. നല്ല കളറാണ്. ബാബാസിൻ്റെ ജംസെറ്റിനൊക്കെ പറയുന്നത്. റോംബേഴ്സാണ് വരുന്നത്. ഇത് പിന്നെ അഫി കൊണ്ടുവന്നിട്ടുള്ളതാണ്. കാട്ടിൻ്റെ മോനെ ഒരു ഷൂ വരുന്നുണ്ട് റെഡ് കളറിൽ. ട്രൗസറാണ്. ഇത് ക്യാപ്പ് വരുന്നുണ്ട്. ഷോർട്സ്. ഉമ്മൻ്റെ കസിനായിട്ടുള്ള നാജിയ വന്നിട്ടില്ല. കാരണം ഇത് കോർക്കാൻ കാരണം ഇത് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നതാണ്. നല്ലൊരു കളറല്ല.
ഇത് ഒരു ഷെൽഫാണ്, ബേബി ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഷെൽഫാണ്. ഇതാണ് അതിൻ്റെ മൂത്ത സിസ്റ്റർ അവിടെയാണ്. ഇത് സെറ്റ് ചെയ്തിട്ടില്ല, ബ്ലൂ കളർ. അപ്പം ഇതൊക്കെയാണ് ബേബിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്സ്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറേ ഗിഫ്റ്റ്സ് ഉള്ളതുകൊണ്ട് എഴുതി കാണിച്ചാൽ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇൻക്ലൂഡ് ആക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് ബൈ.